കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണിവീണയായി വീച്ചിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിഴയായി പൂമാനമേ ഒരു രാഗമേഘം താ. നിന്റെ പെണ്ണിനല്ലടാ തെണ്ടി കൊണ്ടുപോന്നെ. പതുങ്ങി വരും മധുമാസം മണമരുളും മലർമാസം നിറങ്ങൾ പെയ്യുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂമാനമേ ഒരു രാഗമേഘം താ. കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. എടാ എനിക്ക് അവളെ ഇഷ്ടമാണെന്നും ഞാൻ അവളെ പുറകെ നടക്കുവാണെന്നും എല്ലാം അവനറിയാം. എന്നിട്ടാണ് അവൻ ഈ പരിപാടി കാണിക്കുന്നത്. പ്രേമത്തിന് നിയമം വല്ലതും ഉണ്ടോ ശിവ? ഇഷ്ടമുള്ളവർ പ്രേമിക്കും. നീ ഒരു PG സ്റ്റുഡൻ്റ് ആണ്, അതിൻ്റെ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും കാണിക്കടേ. അതെടാ ഞാൻ ഓട് വിളിച്ച് ക്ലാസ്സിൽ കയറിയതാണല്ലോ. കൂടെ ദേവനും സേവി സ്റ്റാഫ് ഇല്ല. എമർജൻസി ആയിട്ട് ഹെർണിയ പേഷ്യന്റ് സർജറി ഉണ്ട്. ആ ഗ്രോയിൻ ആൻഡ് അബ്ഡോമിനലായിട്ട് നന്നായി ഷേവ് ചെയ്യണം. പ്ലീസ് കം ടു ദ പ്രെപ്പ് റൂം. ചെല്ലടാ പോയി ചെരച്ചു കൊടുക്ക്. മേജർ സർജറി മൊത്തം അവന്. നമുക്ക് തുന്നിക്കെട്ടും ചെരപ്പും വെളിച്ചില്ലാത്ത സമയത്ത് സ്റ്റിച്ചിട്ടത് പാളിയാര്യം സാർ എങ്ങനെ അറിഞ്ഞെന്ന് എനിക്കറിയാം. സ്റ്റിച്ചിട്ട് സാറ് പിറ്റേന്ന് വന്ന് കണ്ടതല്ലേ, അതാരേലും പറയണോ? എടാ ചില ആളുകൾക്ക് സർജിക്കൽ സ്കിൽ ഇത്തിരി കുറവാകും. അതിപ്പോൾ ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? അല്ലേ ദേവി? ആ சரி கொஞ்சம் போட்டு பாடுறா. വേണ്ട. ஏன்டா ஒரு மாதிரியா இருக்க? என்னடா ஆச்சு உனக்கு? ഇവിടെ ഹെർണിയ പേഷ്യന്റ് സുന മുറിക്കണ്ടായിരുന്നു അത്രേ. സാറ് കണ്ടത് പോട്ടെ, കൂടെ അലക്സാണ്ടർ തെണ്ടി ഉണ്ടായിരുന്നില്ലേ? കോണാത്തിലെ ഷേവിംഗ് സെറ്റ് കാരനാ. A bad carpenter always quarrel with his tools. சரி எங்கடா போற? Alexander, tomorrow there is a Whipple surgery. You go and ask OT staff to arrange for the Lawrence retractor. Stephen, come let's go to ward 15. സിസ്റ്ററെ താനെന്താടോ ഇപ്പൊ ഇവിടെ? എന്തുപറ്റി? അകത്ത് അത് സെൽവാ അലക്സ് അപ്പൊ ഇതാണ് നിന്റെ പെത്രൻ സോഴ്സ് അല്ലേ? ഞാനിത് റിപ്പോർട്ട് ചെയ്യും. വേണാണ്ടോ ലൈഫ് ഫേസ് പോയില്ലാണ്ടോ? നീ ഒരു ഡോക്ടർ അല്ല.
Selvaraj, you're a PG anesthesia student. More than that, you're a doctor. How can you justify yourself? I'm dismissing you from this college. എന്നാലും ഡിസ്മിസലൊന്നും കൊടുക്കണ്ടായിരുന്നു. അതെ, അവൻ ഈ കഴിഞ്ഞ തവണ അനസ്തേഷ്യ അഡ്മിനിസ്റ്റർ ചെയ്ത പല പേഷ്യൻസും സർജറി തരുമ്പോൾ എണീറ്റ് പോലും. ഇതൊക്കെ വലിയ എത്തിക്കൽ വയലേഷനാണ് സുജ. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടാണോ നീ അറിയാൻ? അല്ല, നമ്മൾ ഈ കണ്ട ജംഗികളുടെ ആര് സംസാരിച്ചിരിക്കാനാണോ ഇവിടെ വന്ന്? ഉമിനീരൊന്ന് ഇറക്കിക്കേ. വേദന ഉണ്ടോ? കുറച്ച്. So this is a case of solitary nodule thyroid. അടുത്ത OTയുടെ തന്നെ സർജറി പോസ്റ്റ് ചെയ്യാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇംഗ്ലീഷിൽ തർപ്പിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു സർജറിയാണ്. അലക്സേ, യു ഷുഡ് അസിസ്റ്റ് ദിസ്. പിന്നെ ഒരാളെ കൂടെ വിളിച്ചോ. സേവി വിളിക്കാം സർ. ഇവരെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്തേക്കൂ. ശരി ഡോക്ടർ. ഞങ്ങൾ തമ്മിൽ ആദ്യമായി കണ്ട നിമിഷം എന്റെയും കൃഷ്ണദാസിന്റെയും ജീവിതങ്ങൾ തമ്മിൽ എന്നേക്കുമായി കെട്ടുപിണഞ്ഞ ഡെസ്റ്റിനി പോയിന്റ്. ഞാനോ ഇവനോ അപ്പോൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. എന്താടോ ടെൻഷനുണ്ടോ? ചെറുതായിട്ട്. ടെൻഷനൊക്കെ ഇപ്പൊ മാറ്റിത്തരാം. സ്റ്റീഫ, രാജേന്ദ്ര, ഇങ്ങ് വന്നടാ. രാജാ, നമ്മുടെ ഈ കൃഷ്ണദാസ് ഒരു ഉഗ്രൻ ഗായകനാണ് കേട്ടോ. അത് കൊള്ളാലോ. കൃഷ്ണദാസ് ഒരു പാട്ട് പാടിക്ക്, ഞങ്ങളൊക്കെ ഒന്ന് കേക്കട്ടെ. നല്ലൊരു പാട്ട് പാടിയാ നിനക്കും കേൾക്കുന്നവർക്കും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവും. പാടടോ. പലതിൻ്റെയും അവസാനമായിരുന്നു ആ രാത്രി. കൃഷ്ണദാസ് എന്ന അനുഗ്രഹീത ഗായകന്റെ ശബ്ദം ലോകം അവസാനമായി കേട്ട രാത്രി. സുജയെ ഞാൻ അവസാനമായി കണ്ട രാത്രി. അപ്പൊ ഡോക്ടർ സാറേ, നാളെ മുതൽ ഞാൻ ഒരു മാസത്തേക്ക് ലീവാണേ. സ്റ്റഡി ലീവും കസിന്റെ കല്യാണമൊക്കെ ആയിട്ട് ഞാൻ ചെറുതായിട്ട് തിരക്കായിരിക്കും. വീട്ടിലേക്ക് വിളിക്കാലോ. എന്റെ പൊന്ന നസ്രാണി ബോയ് ഫ്രണ്ട് അവിവേകം ഒന്നും കാണിക്കരുത്. ഇപ്പൊ ആരും അറിയണ്ട. ഞാൻ MBBS കഴിഞ്ഞോട്ടെ. എന്തായാലും ഇയാളുടെ പിറന്നാൾ വരാൻ പോലെ അടുത്ത ആഴ്ച. അപ്പൊ ഞാൻ ചാടാൻ നോക്കാം. രാഘവേട്ടാ, ഭക്ഷണം കഴിച്ചോ? ഇരിക്കട്ടെ. സന്തോഷമായി മക്കളെ.